ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മായയെടുത്തും രചനയെടുത്തും അവിടെ കൂടിയാണ് എല്ലാ പെണ്ണുങ്ങളും പറയുന്നുണ്ട്, മഹേഷ് എൻ്റെ ഭർത്താവാണ്, ഇനി അദ്ദേഹത്തിനെക്കുറിച്ച് വേണ്ടാതിനം പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ വേറെ എന്താടി പണി, മൂക്കുമുറ്റ ഭക്ഷണവും കഴിച്ച് മദ്യപിച്ച് കിടപ്പറ സീനുകളും പങ്കുവെച്ച് രസിക്കുക, ഇനി മേലാൽ എൻ്റെ അടുത്ത് സംസാരിച്ച് പോരുത് എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കാൻ മഹേഷിനെയാണ്. മഹേഷ് മുകളിൽ ബാൽക്കണിയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരൻ വരുന്നുണ്ട്, വിപിൻ ദാസ്. അതെ മഹേഷ്, ഞാനെടുത്ത് ഫാമിലി ആയിട്ടാണ് വരാൻ പറഞ്ഞത്, എന്നിട്ട് നീ എന്താ ഫാമിലി ആയിട്ട് വരാട്ട് ഒറ്റയ്ക്ക് വന്നത്? അയ്യോ ഫാമിലിനെ കൊണ്ടുവന്നായിരുന്നു. കൊണ്ടുവന്നായിരുന്നോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്ന് വിപിൻ ദാസ് പറയുമ്പോൾ, ഓ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് മഹേഷ് താഴത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ ആകാശ് വരുവാണ്. അതേ ആകാശം എന്നല്ലോ, നിങ്ങൾ സംസാരിച്ചിരിക്കേ എന്ന് പറഞ്ഞിട്ട് വിപിൻ ദാസ് അകത്തേക്ക് പോവാട്ടോ. ആകാശ് പറയുന്നുണ്ട്, മഹേഷ് നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഒരു 6 വർഷം മുമ്പ് ഇവിടെ നടന്ന സംഭവങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് പറയുമ്പോഴേക്കും, മാറി എനിക്ക് പോകണം എന്ന് മഹേഷ് പറയാണ്. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഒരു കാര്യം നിന്നോട് പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നു. എനിക്ക് ചിപ്പിനെ വേണം. ചിപ്പിയോ? നിനക്കോ? അവൾ എൻ്റെ ബ്ലഡാ, എൻ്റെ ശരീരത്തിൽ ഒഴുകുന്ന ബ്ലഡാ അവളുടെ ശരീരത്തിൽ ഓടുന്നത്. ഞാൻ ഒരിക്കലും ചിപ്പി നിനക്ക് തരില്ലടാ, അല്ലെങ്കിൽ നിനക്ക് എന്തിനാ ചിപ്പി എന്ന് ചോദിക്കുമ്പോൾ, മഹേഷ് ഇപ്പം നീ പറഞ്ഞല്ലോടാ, നിൻ്റെ ബ്ലഡാണ്, നിൻ്റെ കുഞ്ഞാണ്, നിൻ്റെ ചോരയാണെന്നൊക്കെ. ഇതിനൊക്കെ എന്താണ് തെളിവ്? ഞാനൊരു കാര്യം നിന്നോട് ഇനി അങ്ങോട്ട് പറയട്ടെ, ചിപ്പി എൻ്റെ മകളാണ്, രചനയ്ക്കിൽ ഞാനുണ്ടായ മകൾ. നിർത്തലവിടെ, ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ പറഞ്ഞാൽ നിൻ്റെ നാവ് ഞാൻ പിഴുതെടുക്കും എന്ന് മഹേഷ് പറയുമ്പോൾ, നീ എത്രയൊക്കെ അലറി വിളിച്ചാലും സത്യം അത് തന്നെയാണ്. എൻ്റെ കയ്യിൽ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുണ്ട്, എന്താ നിനക്കത് കാണണോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ആകെ ഞെട്ടിപ്പോകുക കേട്ടോ. അതിനുശേഷം ആകാശ് പറയുന്നുണ്ട്, നീ എനിക്ക് ഓർമ്മയുണ്ടോ, ഞാനും രചനയെ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 5.5 വർഷമായി. പക്ഷെ ഞാനും രചനയും നമ്മൾ ബന്ധം തുടങ്ങിയിട്ടില്ലേ മിനിമം ഒരു 7 വർഷമായി. ചിപ്പിക്ക് ഇപ്പോൾ 6 വയസ്സാകാൻ പോണ്. അങ്ങനെ വെച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കടാ, അന്ന് മുതൽ ഞാനും അവൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അതുമാത്രമല്ല, നിൻ്റെ ഭാര്യയായിരിക്കെ തന്നെ അവൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നു, അമ്മയുടെ വീട്ടിൽ പോകുന്നു, അച്ഛനെ കാണാൻ പോകുന്നു പറഞ്ഞ് എത്ര പ്രാവശ്യമാണ് പുറത്തിറങ്ങുന്നത്? അതൊക്കെ എന്നെ കാണാനായിരുന്നു. പിന്നെ ഞാൻ നിനക്ക് ഒരുപാട് ഓവർ ടൈമൊക്കെ തരാറില്ലേ കമ്പനിയിൽ? അതെന്തിനാ വേണ്ടിയിട്ടാണ്? ഞാൻ നിൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങുമായിരുന്നു അവളുടെ കൂടെ. അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എനിക്കാണ്. എനിക്കുണ്ടായ മോള് തന്നെ അവൾ. DNA ടെസ്റ്റിന് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് സത്യം തന്നെയാണ്. വേണമെങ്കിൽ നിനക്ക് കാണിച്ചു തരാം. യു ബ്ലഡി ഇഡിയറ്റ് എന്ന് മഹേഷ് പറയുമ്പോഴത്തേക്കും രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെയും ചോദിക്കുമ്പോഴേക്കും, അതെ ഞാൻ നമ്മുടെ സത്യം പറയുമായിരുന്നു ഇവനോടെ, ചിപ്പി നമ്മുടെ മകളാണെന്നുള്ള സത്യം. അതെ ചിപ്പി എനിക്ക് ആകാശുണ്ടായ കുഞ്ഞാണ്, അവളുടെ അമ്മയായിട്ടുള്ള ഞാൻ പറയാം, എനിക്കറിയാമല്ലോ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന്. ആകാശ് തന്നെയാണ് അവളുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ മഹേഷ് ഒരു ഒറ്റയടി രചനയുടെ മുഖത്തേക്ക് വെച്ച് കൊടുക്കാട്ടോ. മിണ്ടിപ്പോയത് രണ്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആടി പോകുകയാണ്. അതിനുശേഷം മഹേഷ് വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുവാട്ടോ വീട്ടിലേക്ക്. ഇഷിത അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ മായ എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ, വിപിൻ ദാസിൻ്റെ ഭാര്യ, അവർ വരുന്നുണ്ട്. സോറി ഇഷിത, മഹേഷിൻ്റെ ഭാര്യയാണെന്ന് എനിക്കറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു, സോറി, എന്നോട് ക്ഷമിക്കണം, ഇറ്റ്സ് ഓക്കെ എന്ന് ഇഷിത പറയുന്നുണ്ട്. അതെ മഹേഷ് പോയല്ലോ, എന്താ ഇഷിത പോവാതിരുന്നത്? പോയോ? പോയി. ഓ ഇഷിതനെ കൂട്ടാതെ പോയോ? അയ്യോ എന്നെ കൂട്ടാതെ പോയെന്നല്ല, ടാങ്ക് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, പെട്രോൾ ഇല്ലായിരുന്നു, അപ്പോൾ പെട്രോൾ പമ്പിൽ പോയതാണ്. ഓ അങ്ങനെയാണോ, ശരി എന്ന് പറഞ്ഞിട്ട് മായ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇഷിത പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നെ കൂട്ടാതെ പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത പെട്ടെന്ന് ഫോൺ എടുത്ത് മഹേഷിനെ വിളിക്കാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. ആ സമയത്ത് രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ആകാശം വരുന്നുണ്ട്. ഇവളെന്താ പോയില്ലേ എന്ന് രചന പറയുമ്പോൾ, ഭാര്യനെ കൂട്ടാതെ പോയി കാണും, മറന്നു പോയി കാണും, താഴെ കാര്യം ചെയ്ത് താന്ന് ഡ്രോപ്പ് ചെയ്യും. ഞാനൊന്ന് ഡ്രോപ്പ് ചെയ്യില്ല അവളെ, ഡ്രോപ്പ് ചെയ്യടോ. നോക്ക് മഹേഷ് നമ്മുടെ ശത്രു, ഇഷിത ശത്രുവല്ല, അവളെ കൂടെ നിർത്തേണ്ടവളാ, പോയി ഡ്രോപ്പ് ചെയ്യ് എന്ന് പറയണം. അങ്ങനെ ആകാശ് അകത്തേക്ക് പോവാണ്. ഇഷിതയുടെ അടുത്തേക്ക് രചന വരുന്നുണ്ട്. ഹായ് ഇഷിത, മഹേഷ് പോയല്ലേ? അവൻ്റെ സ്വഭാവം മുമ്പോട്ട് അങ്ങനെയാണ്, എനിക്ക് അനുഭവം ഉള്ളതാണല്ലോ. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മൂക്കറ്റം കുടിക്കും, എന്നിട്ട് നമ്മളെ ആലോചിക്കാണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകും. സത്യം പറയാലോ, മഹേഷിന് എന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇഷിത. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. അവന് ഞാൻ വെച്ചാൽ ഭ്രാന്താണ്. പിന്നെ ഇഷിതനെ വിവാഹം കഴിച്ചത് അത് ചിപ്പിനെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ്. ഇഷിതനെ വിവാഹം കഴിച്ചാലും എനിക്ക് ഉറപ്പുണ്ട് മഹേഷിന് ഇപ്പോഴും എന്നോട് മാത്രമേ പ്രണയമുള്ളൂ. സത്യം പറയാലോ ഇഷിത, മഹേഷ് നല്ലൊരു ഭർത്താവായിരുന്നു, എന്നെ ഒരുപാട് സ്നേഹിക്കുമായിരുന്നു. എനിക്ക് എപ്പോഴും മഹേഷിനെ ഇഷ്ടമാണ്. ഇഷിതയ്ക്ക് അറിയാവോ, എനിക്ക് മഹേഷിനെ മറക്കാൻ പറ്റുന്നില്ല ഇഷിത, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും മഹേഷിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അത് കേൾക്കുമ്പോഴേക്ക് ഇഷിത പറയുന്നുണ്ട്, അതെ പറഞ്ഞു കഴിഞ്ഞു, രചനയുടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, മഹേഷിനെ ഇഷ്ടമായിരുന്നു, നല്ലൊരു ഭർത്താവായിരുന്നു, സ്നേഹിക്കാൻ അറിയായിരുന്നു എന്നൊക്കെ രചന പറഞ്ഞല്ലോ. താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. അയാൾ നല്ലൊരു ഭർത്താവാണെന്ന് പറഞ്ഞു തന്നല്ലോ, അത് ആദ്യ ഭാര്യ തന്നെ, എനിക്ക് നന്ദിയുണ്ട്. പിന്നെ രചന നല്ല ഭർത്താവാണെങ്കിൽ എന്തിനാ ആകാശിൻ്റെ കൂടെ പോയത്? അതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടം, അതൊന്നും ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം, രചനനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ മഹേഷ്.
ഇപ്പോഴേ മഹേഷ് എൻ്റെ ഭർത്താവാണ്. പ്രണയിക്കാൻ നന്നായിട്ട് മഹേഷിനറിയാം. അതിപ്പോൾ രചന തന്നെ പറഞ്ഞല്ലോ, അയാൾ പിന്നെ ഇപ്പം എന്നെയായിരിക്കും പ്രണയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പോകുവാണ്. വെയിറ്റ് ഞാൻ കൊണ്ടേ ആക്കാം, ഞാൻ ടാക്സി പിടിച്ചുകൊണ്ട് പോയിക്കോളാം എന്ന് ഇഷിത പറയുമ്പോൾ വേണ്ട, ഇനി ഈ സമയത്ത് ടാക്സി ഒന്നും കിട്ടില്ല, ഞാൻ കൊണ്ടേ ആക്കാം എന്ന് പറയാണ്. അങ്ങനെ ഇഷിതനെ ഫ്ലാറ്റിൽ കൊണ്ടേ ഇറക്കുമ്പോൾ വീണ്ടും ഇഷിത പറയുന്നുണ്ട്, മഹേഷ് എൻ്റെ ഭർത്താവാണ്, അയാൾക്ക് മേലെ അവകാശം എനിക്ക് മാത്രമുള്ളത്. ഇനി മേലാൽ ഇമാതിരി വർത്തനമായിട്ട് എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. പിന്നെ ചിപ്പി, ഒരിക്കലും ഞാൻ അവളെ നിനക്ക് വിട്ടുതരില്ല, അവൾ എൻ്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത പോകുവാട്ടോ. അതേസമയം നമ്മുടെ മഹേഷ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ചിപ്പിയാണെങ്കിൽ ഇഷിതേനെയും മഹേഷിനെ കാത്തിങ്ങനെ നിൽക്കുക കേട്ടോ. മഹേഷ് വരുമ്പോൾ തന്നെ മഹേഷിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ് ചിപ്പി. ഹായ് അച്ഛാ എന്ന് പറയുമ്പോൾ മാറി നിൽക്കുക അവിടെ നിന്ന്, മിണ്ടിക്കഴിഞ്ഞാൽ കൊന്നുകളയും ഞാൻ എന്ന് പറയണം. അത് കേൾക്കുമ്പോഴും നമ്മുടെ ചിപ്പി പൊട്ടിക്കരയാട്ടോ. കാരണം മഹേഷിനുള്ളിൽ ആകാശ് പറഞ്ഞ വാക്കുകൾ മാത്രമേ ഉള്ളൂ. DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കയ്യിലുണ്ട്, എൻ്റെ മകളാണ്, എൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന സമയത്ത് രചനയ്ക്ക് ഉണ്ടായ കുഞ്ഞാണ് ചിപ്പി, ആ കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ചിപ്പിനെ പിടിച്ച് വലിച്ചെറിയുമ്പോൾ തന്നെ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ നിങ്ങളെ കാണിക്കണത്? എന്നെ അച്ഛനത്തെ വഴക്ക് പറഞ്ഞു എന്ന് പറയുമ്പോൾ, അയ്യോ മോളെ വഴക്ക് പറഞ്ഞതല്ല കേട്ടോ, അതേ കമ്പനിയിൽ എന്തോ ഒരു ഇഷ്യൂ, അയാളെ വഴക്ക് പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ മോളെ അറിയാണ്ട് വന്നപ്പോൾ പറഞ്ഞു പോയതാ, മോളുടെ അച്ഛനിൽ നിന്ന് കുറച്ച് കൂടുതലാണ് കുടിച്ചതേ, മോൾ അപ്പുറത്ത് പോയി കിടന്നോ, അമ്മ വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ അപ്പുറത്തേക്ക് വിട്ട് വാതിൽ കുറ്റിയിടായിച്ചതാ. എന്നിട്ട് പറയണ്ടേ, നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ, നിങ്ങൾ എന്തൊക്കെ കാണിക്കണത്, മോളുടെ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദേ നോക്ക്, ഞാൻ ചിപ്പി പറഞ്ഞു നീ മിണ്ടാതിരിക്കടി എന്ന് മഹേഷ് പറയുമ്പോൾ, അതെ നിങ്ങൾ എൻ്റെ അടുത്ത് ഒച്ചെടുക്കണ്ട, ഞാൻ നിങ്ങളുടെ ഭാര്യയൊന്നുമല്ല, ചിപ്പിയുടെ അമ്മ മാത്രമാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി മനുഷ്യ, ആ രചന പറഞ്ഞത് തന്നെയാണ് സത്യം, നിങ്ങൾക്ക് സ്നേഹിക്കാനൊന്നും അറിയത്തില്ല, നിങ്ങൾ വെറുതെയാ എന്നൊക്കെ എന്നെ പറയാണ്. രചന പറഞ്ഞത് തന്നെയാണ് സത്യം, രചന തന്നെയാണ് സത്യം, അതെനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തേ, കൂടെ നിൽക്കുന്നത് മോളാന്ന് പോലും അറിയണ്ടേ, താനിപ്പോൾ എന്തൊക്കെയാണോ അവളോട് പറഞ്ഞത്? നോക്കൂ, ഇനി മേലല്ല അവളോട് ഇതുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ എവിടെയുള്ളവർക്ക് കംപ്ലയിൻറ്റ് ചെയ്യുമൊന്നുമില്ല, ഞാൻ നിങ്ങൾ കൈ പിടിച്ച് ിരിക്കും, ഇനി ഒരിക്കൽ പോലും നിങ്ങളുടെ കൈ ചിപ്പിയുടെ നേരെ നീളരുത്, പറഞ്ഞേക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. പക്ഷെ അപ്പോഴും മഹേഷിൻ്റെ മനസ്സിൽ ഫുള്ളും ആകാശം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ മകളാണ് ചിപ്പി, എൻ്റെ മകളാണ് ചിപ്പി, എനിക്ക് രചനയുണ്ടായ മകളാണ് ചിപ്പി, DNA റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ടാ എന്നൊക്കെ പറയുന്ന കാര്യം മഹേഷ് ആലോചിക്കുക കേട്ടോ. മഹേഷ് അവിടെ കിടക്കുവാണ്. ശേഷം മഹേഷ് മനസ്സിൽ പറയുന്നുണ്ട്, അതെ DNA റിപ്പോർട്ട് അത് തന്നെയാണ് ഇനി വേണ്ടത് എന്ന് മഹേഷ് ആലോചിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. എപ്പിസോഡ് ഇപ്പോൾ വന്നേ ഉള്ളൂ, അതാണ് ഒരുപാട് ഡിലേ ആയി പോയത് പറയാൻ കേട്ടോ. നാളത്തെ പ്രൊമോയിലും ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. മഹേഷ് ആ ദേഷ്യത്തിലാണ്, ഇഷിതയുടെ ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട്. ഇഷിത ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ അടുക്കാണ് അകലുകയാണെന്ന് ചോദിക്കുമ്പോൾ പോലും മഹേഷ് ഇഷിതനെ തള്ളി മാറ്റിയിട്ട് പുറത്തേക്ക് പോകാട്ടോ. മഹേഷിന് എന്താ സംഭവിച്ചെന്ന് പോലും ഇഷിതക്ക് മനസ്സിലാവുന്നില്ല, എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഇഷിതക്ക് മനസ്സിലാവുന്നുള്ളൂ. ചിപ്പി കരയാണ്, അച്ഛൻ സംസാരിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഇഷിത സമാധാനിപ്പിക്കുന്നുണ്ട്. ഒന്നുമില്ല മോളെ, അച്ഛൻ്റെ ഓഫീസിലെ ചെറിയൊരു പ്രശ്നം, ആരോ വർക്കൊക്കെ തെറ്റിച്ചു, ഒരുപാട് പണത്തിൻ്റെ പ്രശ്നമുണ്ട്, അതിൻ്റെ പ്രഷറിൽ അച്ഛൻ, അതുകൊണ്ട് ഡാഡി എടുത്ത് പെട്ടെന്ന് 2 ദിവസത്തേക്ക് മോള് പോകണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചിപ്പിനെ ആശ്വസിപ്പിക്കുകയാണ് ഇഷിത. അപ്പോൾ പ്രൊമോയിൽ കാണിച്ച ഭാഗങ്ങൾ ഇതായിരുന്നു. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.